രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് ആരായിരിക്കണം? 4 ആളാവണം നമ്മൾ. അതിൽ ആദ്യമായി പറയുന്നത്, ഒരു കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ആ കുട്ടിക്ക് ഫ്രണ്ടായി മാറണം. നമ്മളെ മക്കളെ ഫ്രണ്ടാവണം. എന്തുകൊണ്ടാണ്? ഇവിടെ അങ്ങനത്തെ കുട്ടികളൊന്നും കാണുന്നില്ല. പല സ്ഥലത്ത് ചെന്നാലും ചില കുട്ടികളെ മുടിണ്ട് ഇവിടെ ഒന്നായിട്ട് കരണ്ടിട്ട് പൂവങ്കോയിന്റെ മാതിരി ഇവിടെ എങ്ങനെ ഉണ്ടോ? ഇത് എവിടുന്ന് വന്നതാ? ആ കുട്ടിന്റെ ഫ്രണ്ട് ചെയ്തത് കണ്ട് കുട്ടി ചെയ്തതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട് നമ്മളായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതേ കുട്ടികൾ ചെയ്യുകയുള്ളൂ. ഇത് കുട്ടിന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണ ഒരു വാക്കും നമ്മൾ എടാ പോടാന്നല്ല, മൈനസ് അല്ലാത്ത നെഗറ്റീവ് അല്ലാത്ത ഒന്നും പരീന്ന് കേൾക്കൂല. എന്നാ അടുത്ത പരീക്ഷ എന്നാലോ ഒക്കെ പോസിറ്റീവാ കേൾക്കുക. ഫുൾ സ്വാതന്ത്ര്യമാണ്. നമ്മളെ പെരിയിലെ കുട്ടി നമ്മളെ ഫ്രിഡ്ജ് 2 വട്ടം തുറന്ന് 3-ാം വട്ടം തുറന്നാൽ ചൂടായി. നമ്മൾ ഇതിന് പൈസയോട് കൊടുക്കണം. ഇതേ കുട്ടി അടുത്ത വീട്ടിൽ ചെന്ന് നബീസ താത്താന്റെ പെരിയിൽ ചെന്നാ ഓനെ എത്ര വട്ടമാണെങ്കിലും തുറക്കാം, നബീസ താത്ത ഒന്നും പറയില്ല. ഈ കുട്ടി എവിടെ നിൽക്കുക? സ്വന്തം വീട്ടിലോ നബീസ താത്താന്റെ വീട്ടിലോ? നബീസ താത്താന്റെ വീട്ടിലേ നിൽക്കുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം. അതുപോലെ ഒന്ന് ഫ്രണ്ട് ആവണം. രണ്ടാമത്തത് നമ്മൾ കുട്ടികളുടെ കോച്ചായി മാറണം. കോച്ച് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലായോ? എന്താ? പരിശീലകൻ. ട്രെയിനിങ് അതന്നെ. പന്ത് കളിക്ക് കോച്ച് ഉണ്ടാവില്ലേ? ക്രിക്കറ്റിന് കോച്ചില്ലേ? കളിക്കാരനെക്കാളും ബാധ്യതയാണ് ആർക്ക്? കോച്ചിന്. കോച്ചിന്റെ പണി എന്താ? അവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കുക. അവരെടുത്ത് മോശമായതോ ടീം തോൽക്കുന്നതോ ആയ വല്ല പോയിന്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറയാ. ഏതെങ്കിലും കോച്ച് ഗ്രൗണ്ടിന്റെ സൈഡിൽ വെച്ച് കണ്ട് കളിക്കാരനെ തല്ലുവോ? ആണ്ട് പോകും അവിടുന്ന്. അതെന്നെ മതി ടീം തോൽക്കാൻ. അപ്പോ രക്ഷിതാക്കൾ മക്കളുടെ കോച്ചായി മാറണം. അടുത്തത് രക്ഷിതാക്കൾ മക്കളുടെ ഗൈഡായി മാറണം. ഗൈഡ് എന്ന് പറഞ്ഞാൽ വഴികാട്ടി. അപ്പൊ വഴികാട്ടി മുന്നിൽ നടക്കണം. കുട്ടികൾ നമ്മുടെ വഴിയിൽ വരും, പുറകിൽ വരും, ഒരു സംശയവുമില്ല. 4-മത്തേത് നല്ല ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം രക്ഷിതാക്കൾ. മോട്ടിവേഷൻ നടത്തുന്ന, പ്രചോദനം നൽകുന്ന ആളായിരിക്കണം. ഈ 4 നമ്മളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമ്മൾ ഉദ്ദേശിച്ച ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർക്കും. അങ്ങനെ ആക്കി തീർക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.